ശബ്ദം വന്നില്ലല്ലോ റെക്കോർഡിംഗ് വന്നു ഇപ്പം ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നതേ, അതുപോലെ കാണിക്കാൻ പോകുന്നതേ ഒരു 1 kV സിസ്റ്റം. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്താണ്, എങ്കിലും നമ്മൾ ഒരുപാട് സൈറ്റിൽ പല പ്രത്യേകതകളും മാറ്റങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 535 മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനലാണ് കേട്ടോ. നമ്മൾ ഇമ്പോർട്ട് പാനലാണ് ജെ സോളാർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യയിലെ ബെസ്റ്റ് പാനലും വേൾഡിലെ ബെസ്റ്റ് പാനലും ഏതെടുത്താലും മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട് വാട്ട് നോക്കിയാൽ മതി. അത് നമുക്കൊരു 445 മുതൽ നമുക്ക് അങ്ങോട്ടൊരു 1 kV സിസ്റ്റത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ എവിടെയാണ്? ഇവിടെ നമുക്ക് ഒരു കോളേജ് പറഞ്ഞല്ലോ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, ഗവൺമെന്റ് RIT അല്ലേ? ഓക്കെ, കോട്ടയം. അവിടെ ഏകദേശം ആ പരിസരത്താണ് കേട്ടോ. എത്ര ഏക്കറിലാണ് ആ കോളേജ്? 350 ഏക്കറിലൊക്കെ സ്ഥിതി ചെയ്യുന്ന. അതിൽ ഏകദേശം അതിന്റെ പകുതിയിൽ താഴെ ഉണ്ട് അല്ലേ കോളേജിന്റെ ഏരിയ തന്നെ ഉള്ള ഒരു ഏരിയ. ഒരു ഭാഗത്താണ് നിൽക്കുന്നത്, ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഓക്കെ, ഞാൻ കൂട്ടത്തിൽ അത് പറഞ്ഞു പോയതാണ്. നിങ്ങൾ നമ്മുടെ നമ്മുടെ കസ്റ്റമർ എന്നല്ല പറയുന്നത്, നമ്മുടെ സ്നേഹിതന്റെ പേര് ഇവിടെ വർക്കിലെ വീട്ടിലാണ്. നിങ്ങളുടെ പേര്? ബിനോയ്. ബിനോയ്. ഇവരെ വീട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒന്നവിടെ താഴേക്ക് കാണിച്ചു കൊടുക്കും. നമ്മളെ ഇലക്ട്രീഷ്യനെ ഞാനിപ്പോൾ അവിടെ താഴെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിതിങ്ങനെ നോക്കി നിൽക്കല്ല കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം അവസാനം വാക്കായിട്ട് ഒരു ശരിയൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുത്തപ്പോഴേ അപ്പോൾ ഓക്കെ, ഏതായാലും ആ വർക്ക് നല്ല ക്ലിയർ ആയിട്ട് ഫിനിഷ് ആയിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നോക്കി നോക്കൂ. ഇവിടെ ഉണ്ടോ നമ്മുടെ MC4 കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ വെള്ളം ഒന്നും നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ഉൾഭാഗത്തേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നു കേട്ടോ. അവസാനം കഴിഞ്ഞ് എല്ലാം ഫിനിഷിങ്ങിൽ നമ്മൾ ടെക്നീഷ്യന് അവിടെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതായാലും ഇതാണ്ടോ ടൂൾസ് നമ്മൾ ഏതായാലും കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ 3 സ്റ്റാൻഡ് ഒന്ന് നോക്കി നോക്കൂ. 3 സ്റ്റാൻഡ് നമ്മൾ അവിടെ നമ്മുടെ ഈ എന്താ പറയുക അങ്ങോട്ട് പാരപ്പറ്റ്, ചെറിയ പാരപ്പറ്റുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തു. ഇത് മാത്രം നമ്മളിവിടെ വാർക്കുന്നു. 2 6 mm ആങ്കർ ബോൾട്ട് ചെയ്തു. ഇനി ഇത് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓണർ തന്നെയാണ് അല്ലേ, ഈ വീട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മുണ്ടും കുറച്ച് ബക്കറ്റൊക്കെ എടുക്കുക, ഇതൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ്. ഏതായാലും നോക്കി നോക്കൂ, ഇതിൻ്റെ താഴ്ഭാഗം നോക്കി നോക്കൂ. ഇതിപ്പോൾ ക്ലീൻ ചെയ്താണ് കേട്ടോ. ഇതുപോലെ ആയിരുന്നു ഈ ട്യൂബ് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ഇതിലൊരു 100% പ്രൊഡക്ഷൻ, ഇപ്പോൾ നമുക്ക് വാട്ടർ ഹീറ്ററിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, 100% പ്രൊഡക്ഷൻ ഇല്ലത് ഒരു 25% മാറും. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഇത് നമ്മുടെ സെക്ഷൻ അല്ലെങ്കിലും അല്ലേ, ഇപ്പം ഞാനിപ്പോൾ ഇതിന് വന്നതല്ലെങ്കിലും ഇത് കൂട്ടത്തിൽ പറയും. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടും. നമുക്ക് നിലവിൽ കിട്ടുന്നതിലേറെ ഒന്നും കൂടി നമ്മൾ വെള്ളം കാര്യങ്ങളും ഒന്നും കൂടി പെട്ടെന്ന് ചൂടായിട്ട് കാര്യങ്ങൾ നടക്കട്ടോ അതിൽ കൂടെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ വാട്ടർ ഹീറ്ററിലുള്ള ആളുകളൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് നമ്മുടെ സോളാർ പാനലിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മോപ്പ് കൊണ്ട്, ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്താണ്, ഒരു മോപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും കേട്ടോ. അത് വാട്ടർ ഹീറ്ററിൻ്റെ കാര്യങ്ങളായാലും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ നോക്കി നോക്കൂ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീട്ടിൽ ഒരു മോട്ടറും അതുപോലെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മുടെ AC കാര്യങ്ങളൊന്നും ജസ്റ്റ് മാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള വീട്ടിലെ 70-80% നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ് ഇതിൻ്റെ മറ്റു പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ ബാക്കി താഴെ ഭാഗം ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ട്. ഇവിടുത്തെ ഏരിയകളൊക്കെ നോക്കും, നല്ല രസമായിട്ട് നല്ലൊരു ഒഴിഞ്ഞ ഭാഗമാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇപ്പോൾ സൂര്യൻ്റെ ഒരു തരി പോലും കാണുന്നില്ല. ഈ സമയത്ത് ഞാൻ മുകളിൽ കാണിച്ചു കൊടുത്തുള്ളൂ, മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ എന്താ നമ്മുടെ ചില സബ്സ്ക്രിപ്ഷൻ 1-2 വിദ്വാൻമാരുണ്ട് അവിടെ വീഡിയോയിൽ. അത് കാണിച്ചില്ല, ഇത് കാണിച്ചില്ല, ചെറിയ കാര്യത്തിന് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇതാണ്. കണ്ടില്ലേ, ഒരു തരി പോലും കാണില്ല. ഇതിൽ നമുക്ക് എത്ര ആംബിയർ താഴെ കിട്ടുമെന്ന് നോക്കാം. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞാണ് ആരിച്ചൊക്കെ ഒന്ന് ചിരിച്ചാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് താഴെ ബാക്കിയുള്ള ഭാഗങ്ങൾ സമയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം താഴത്താണ് വർക്ക് വരുന്നത്. നമ്മൾ ക്യാമറ എടുക്കുന്നത് നമ്മുടെ ഇതിൽ ഓണറിനാണ്, വീടിൻ്റെ ഉടമസ്ഥ തന്നെയാണ്, അച്ഛനിവിടെ എടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവർ ഓപ്പൺ ടെറസിൽ ഇവരുടെ ഒരു കാര്യം ഇങ്ങനെ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ താഴത്തിരുന്ന് ഇവിടെ ഇൻവെർട്ടറിൻ്റെ സെക്ഷന്. അപ്പോൾ ഒന്നുകൂടി വയറിൻ്റെ കുറവ് വരും, അവിടെ ഒരു സൗകര്യം നമുക്ക് കുറവാർത്ഥം നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗത്ത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു കേട്ടോ. ഇതിൽ ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ നമുക്കിതിൽ റൺ ചെയ്യാം. അതുപോലെ തന്നെ മാനുവൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ഹീറ്റർ ഇല്ലാത്ത ഫുൾ ഓട്ടോമാറ്റിക് നമ്മുടെ ടോപ്പ് ലോഡ്, ഇതൊക്കെ സിമ്പിളായിട്ട് റൺ ചെയ്യാം. നല്ല ഒരു 11 to 2-3 മണി വരെ സിമ്പിളായിട്ട് നമുക്ക് റൺ ചെയ്യാം. അതുപോലെ നമ്മുടെ മിക്സിയൊക്കെ നമുക്ക് 750-800 വാട്ടുകളുടെ മിക്സി നമുക്കിതിൽ റൺ ചെയ്യാം. അതുപോലെ നമുക്ക് പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ മറ്റേ ഫ്രണ്ട് ലോഡ് നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ടല്ലോ. ആ വാഷിംഗ് മെഷീൻ 2 ടൈപ്പ് വരുന്നുണ്ട്. മാനുവലായിട്ട് നമുക്ക് ഹീറ്റിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ആ രീതിയിലൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒഴിവാക്കിയിട്ട് വർക്ക് ചെയ്യിക്കാം. അല്ലാത്തത് നമുക്ക് പ്രയാസമായിട്ട് 2200 വാട്ട് എടുക്കും. അപ്പോൾ ഓക്കെ, ഏതായാലും നമുക്ക് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ വീട്ടിൽ വീട് മൊത്തം ഞാൻ കാണിക്കുന്നില്ല. ഇവർ
എന്താ ടി വി, അതുപോലെ ലൈറ്റുകൾ, അതുപോലെ ഫാൻ ലോഡുകൾ എല്ലാം നമുക്കിതിൽ വർക്ക് ചെയ്യും കേട്ടോ. ഫ്രിഡ്ജ് ഇവർ പഴയ ടൈപ്പ് ഫ്രിഡ്ജാണ്, പഴയ 10 കൊല്ലം മുമ്പല്ലേ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പോൾ അത് നല്ല നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മുടെ ഇൻവെർട്ടർ ടൈപ്പ് അല്ല. ഇൻവെർട്ടർ ടൈപ്പ് ഒക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് റൺ ചെയ്യിക്കാം കേട്ടോ. ഒന്നും കൂടെ വരും. നമ്മുടെ ഏകദേശം അവസാന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെക്നീഷ്യന് കാര്യമായിട്ട് അവിടെ അതിൻ്റെ ഈ ഫ്ലോട്ട് ഗ്യാപ്പൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ആംബിയർ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ സൂര്യൻ്റെ ഒരു തരി പോലും ഇപ്പോൾ അവിടെ കാണുന്നില്ല. ആ ഒരു സമയത്ത് നമുക്കിവിടെ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, ഒന്ന് നോക്കും. പിന്നെ ഒന്നാമത് ലോഡ് വരുന്നുണ്ട്, ലോഡ് കൊടുത്തിട്ടുണ്ട് ആഴ്ച ലൈറ്റ് ലോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൈൻഡി ഇതിലിപ്പോൾ നോക്കി നോക്കൂ 4.7 ആംബിയർ. അപ്പോൾ ഒരുപാട് ആളുകൾ പറയും നിങ്ങൾ ആ MPPTയിൽ കാണിച്ച പോലെ അത് എന്താ ഇതിൻ്റെ ബാറ്ററിയിലേക്ക് ചാർജിങ് പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലോക്കിൻ്റെ ക്ലാമീറ്ററാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കി നോക്കൂ, MPPTയിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സെക്ഷനാണ്. ഇപ്പോൾ അവിടെ നമ്മൾ എത്ര ആംബിയർ കണ്ടത് നോക്കി നോക്കൂ. ബാറ്ററി 13.37, 4.5 ആംബിയർ. ഒന്ന് നോക്കി നോക്കൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്ന് നോക്കി നോക്കൂ. 6.1 ആംബിയർ അല്ലേ, 6.1 അല്ലേ ആംബിയർ കാണിക്കുന്നത്. ഓക്കെ, ഒന്ന് മേലേക്ക് ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. അതിൽ 4.2 ആംബിയർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചെറിയൊരു ഇപ്പോൾ ഇവിടെ നമ്മുടെ MPPTയിൽ 4 ബാക്കിൽ വെക്കും. MPPTയിൽ 4 സംതിങ് ആംബിയറേ കാണുന്നുള്ളൂ, പക്ഷേ ഇവിടെ 6 ആംബിയർ കാണുന്നുണ്ട്. അത് ചില വേരിയേഷനിൽ വോൾട്ടേജിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ആംബിയർ കുറച്ച് ഇങ്ങോട്ട് കൂടും കുറയും. അത് ഈ വേരിയേഷൻ ഉണ്ടല്ലോ സ്പീഡിൽ, ഈ നമ്മുടെ സൂര്യൻ്റെ വേരിയേഷൻ അനുസരിച്ച് ചെറിയ 1-2 ആംബിയറിൻ്റെ ഒക്കെ വേരിയേഷൻ ചിലപ്പോൾ അങ്ങോട്ട് കൂടും കുറയും. ഇതിപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾ വീഡിയോ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല, 20 ആംബിയറിൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചിരുന്നു. ഇത് 20 അല്ല, 30 ആംബിയറിൻ്റെ മുകളിൽ നമുക്കിതിൽ പല സമയത്തും നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിലത്തെ ഒരു 2.5 യൂണിറ്റ് മുതൽ 3 യൂണിറ്റ് വരെ നമുക്കിതിൽ പെർ ഡേ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഏകദേശം നമ്മുടെ ഇത് ഇൻവെർട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ 1500 VA ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ്. ഓക്കെ, ഇതിൽ നമുക്ക് AC ചാർജിങ് ഓൺ ഓഫ് സിസ്റ്റം അതിൻ്റെ ബാക്കിലുണ്ട്. ഇത് നമ്മുടെ ഒന്നിങ്ങോട്ട് വരും. ഇത് നമ്മുടെ ഇൻവെർട്ടർ, ഇത് തന്നെ പ്രത്യേകത. ഒരുപാട് നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഒരുപാട് ആളുകൾ അസംബിൾഡ് ചെയ്യുന്നുണ്ട്. അല്ല നമ്മുടെ ഇൻവെർട്ടറിനെ വെച്ചാലുള്ളൂ ഇത് നടക്കുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ MPPT അങ്ങനെയൊന്നുമല്ല. അത് ഇത്തരത്തിലുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ 3 സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങിൽ MPPT എടുക്കണം. അല്ലാതെ നമ്മൾ കുറേ പാനലും ചില ആളുകൾ പറയുന്നതാണ് 1000 വാട്ട് പാനലൊക്കെ വെക്കേണ്ടേ ഒരു ബാറ്ററി സിസ്റ്റത്തിൽ എന്നൊക്കെ പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മാക്സിമം പ്രധാനമായിട്ട് നമ്മൾ ഈ പാനൽ എടുക്കുമ്പോഴും അതുപോലെ MPPT ഇൻവെർട്ടർ ഇതൊക്കെ എൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 3 സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങിൽ MPPT. അതാകുമ്പോൾ നമുക്ക് മാക്സിമം നമുക്കൊരു 98% ട്രാക്ക് ചെയ്യാൻ അവിടെ കിട്ടും. പിന്നെ ചില ആളുകൾ ചോദിക്കും ഇതിൻ്റെ ഫാൻ എന്താ വർക്ക് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ ചില MPPTകളിൽ, വില കുറഞ്ഞ MPPTകളിൽ ഫാനുകൾ കംപ്ലീറ്റ് റണ്ണായിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ 70 ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഫാൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഏകദേശം ഒരു 12-12:30 സമയത്ത് 1-2 തവണ വരുള്ളൂ. കാരണം ഇതിൽ 3 സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിംഗ് ആകുമ്പോൾ അതിൻ്റെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരുവിധമൊക്കെ അത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും 1-2 തവണ ഇതിന് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കും ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ള 200H C10 സോളാർ 5 ഇയർ റീപ്ലേസ്മെൻറ്റ് ബാറ്ററി. ഇതിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് നമ്മൾ C20 ബാറ്ററി എന്താ പറ്റില്ലേ നമുക്ക് പറഞ്ഞിട്ട് കുറേ ഇങ്ങോട്ട് തിരിച്ച് വാദിക്കുകയൊക്കെ ചെയ്യും. അതെന്താ ചോദിച്ചാൽ നമ്മൾ C20 ബാറ്ററി എന്ന് പറഞ്ഞാൽ 14-15 ആംബിയറിൻ്റെ താഴെ നമുക്ക് ചാർജിങ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ C10 ബാറ്ററി നമുക്ക് 50 ആംബിയറിൻ്റെ താഴേക്ക് നമുക്ക് ചാർജിങ് റിസീവ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇനി ഞാൻ താഴ്ഭാഗങ്ങളൊന്നും കാണിക്കണില്ല. നമ്മളിപ്പോൾ എല്ലാ വീടുകളിലാണ് കയറി നിറങ്ങാൻ പോകാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ ആൾ പറഞ്ഞ് താഴത്ത് പോകാം, പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതിൻ്റെ തുടക്കവും ലാസ്റ്റും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്താണ്. നമ്മളെ ടെക്നീഷ്യൻ ഇപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്, കഴിഞ്ഞിട്ട് പോകണമല്ലോ അത് ചെറിയൊക്കെ ഇതുപോലെ നമ്മൾ ദേഷ്യം പിടിച്ചിട്ടുള്ള ചെറിയ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് നമ്മളിപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത് നമ്മളിവിടുത്തെ ഓണറാട്ടോ, 3 സബ്സ്ക്രൈബ് ചെയ്തില്ല തോന്നിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.